അതൊക്കെ എൻ്റെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഏരിയകളാണ്. ഞാൻ അങ്ങനെ മനുഷ്യരെ കാണുള്ളൂ. എനിക്ക് വൈരാഗ്യപൂർവ്വം മനുഷ്യരെ കാണണ്ട. അതൊരു ആൺകുട്ടിയായിട്ട് പോലാൻ പറഞ്ഞാൽ അവന് ഒരു പ്രണയം ഉണ്ട്. അതിൻ്റെ ക്രൈസിസിന് സ്വന്തം പാരൻസിൻ്റെ അടുത്ത് ഇപ്പോഴും ഷെയർ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അവൻ എല്ലായ്പ്പോഴും ഒരു പെണ്ണിൽ സ്വന്തം അമ്മേനെ നോക്കുക. പിറന്നോടോ ഇല്ല ചെന്നോടോ ഇല്ലാത്തവരാണ് നമ്മൾ പെണ്ണുങ്ങളെന്ന്. 83% കല്യാണങ്ങൾ കോടതി നെരുങ്ങുക. ആരെങ്കിലും ഏതെങ്കിലും പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോയി കല്യാണം കഴിക്കാത്തത് എന്താ? അത് എനിക്ക് തോന്നുന്നു ഇന്നും പെൺകുട്ടികൾക്ക് ആ ഒരു വോയിസ് ഇല്ലായ്മ ഉണ്ട്. സെക്സ് സോഷ്യൽ ടാബുവാണ്. ഈ വെർജിനിറ്റി കീപ്പ് ചെയ്യാം. മനുഷ്യർക്ക് സ്നേഹമൊന്നും അല്ല വേണ്ടത്, പരിഗണന എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ചിലപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ഈ ജോളി ചിറയത്ത് എന്ന വ്യക്തിനെ നമ്മളിങ്ങനെ ആത്മകഥ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ പഠിക്കാനുള്ള ഒരു നെട്ടോട്ടം, സ്വയം ജോലി കണ്ടെത്തുന്നു, അവിടുന്ന് അതിങ്ങനെ ട്യൂഷൻ സെന്റർ നടത്താനുള്ള ശ്രമം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പ്രണയം വരുന്നു, ഒരു ജീവിത പങ്കാളി ലൈഫിലേക്ക് വരുന്നു. അപ്പം വീട്ടില് അതൊരു താല്പര്യമില്ലായ്മ വരുന്നെങ്കിലും ഞാൻ എടുത്ത ഡിസിഷനുമായി ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. പക്ഷെ അതിനുള്ളിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ പുറത്തൊരാളോട് സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തതായതുകൊണ്ട് പങ്കുവെക്കാതെ അതിനെ സംസാരിക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ മാനേജ് ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ അതിനുള്ളിൽ വിശപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു സാധനം ഉണ്ട്. അതായത് 21 വയസ്സല്ലേ ഉള്ളൂ. ഭക്ഷണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റാതെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് വീട് ഇല്ല എന്നുള്ളത്, സ്വന്തം വീട്ടിൽ നമുക്കത് എൻ്റെ ആ റെസ്ട്രിക്ഷൻസ് ഫീൽ ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ ചെല്ലുന്ന വീട്ടിലും ഇവിടെയും ഇല്ല. എൻ്റെ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് അവരതിന് സ്വയം കാണുന്നത് പിറന്നോടോ ഇല്ല ചെന്നോടോ ഇല്ലാത്തവരാണ് നമ്മൾ പെണ്ണുങ്ങളെന്ന്. അപ്പോൾ അവരുടെ ഒരു ജീവിത സാഹചര്യം ഉണ്ടല്ലോ, അപ്പനും അമ്മയില്ല, ആങ്ങളമാർ കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ അവർക്ക് ഒരു വോയിസും ഇല്ല. ആങ്ങളെ ഇന്നാളെ കെട്ടാൻ പറയുന്നു, കെട്ടി ഇങ്ങോട്ട് പോരുന്നു. ആ ഭർത്താവ് പിന്നെ ആ പാർട്ട്ണർ എന്താണോ അതിനൊത്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആ ഫാമിലിയുടെ ഒരു കാരുണ്യം എന്താണോ അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണോ അതിനനുസരിച്ചാണ് അവരുടെ സർവൈവലിൻ്റെ തീക്ഷ്ണത ഏറിയും കുറഞ്ഞും നിൽക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇന്നും പെൺകുട്ടികൾക്ക് ആ ഒരു വോയിസില്ലായ്മ ഉണ്ട്. നമ്മൾ കാണുന്ന കുറച്ച് പേരിൽ മാത്രമൊക്കെയാണ് അയ്യോ അങ്ങനെയല്ല. അത് നമ്മൾ വളരെ ചെറിയൊരു സർക്കിളിൽ മാത്രം നിൽക്കുന്നതുകൊണ്ടാണ്. ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്കും ഈ ഓപ്ഷനൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ ഇന്നലെയൊക്കെ കണ്ട എന്നോട് കഥ പറയാൻ വന്ന കുട്ടിയൊക്കെ പറയുന്നത് ഒരു ആൺകുട്ടിയായിട്ട് പോലാൻ പറഞ്ഞാൽ അവന് ഒരു പ്രണയം ഉണ്ട്. അതിൻ്റെ ക്രൈസിസിന് സ്വന്തം പാരൻസിൻ്റെ അടുത്ത് ഇപ്പോഴും ഷെയർ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അവന് പെൺപിള്ളേർക്ക് അത് എത്രമാത്രം ഉണ്ടാവും. അപ്പം ഇങ്ങനെ കുട്ടികൾ ആ രീതിയിൽ അപ്പോൾ വീടെന്നൊക്കെ പറയുമ്പോൾ അപ്പോഴും പ്രൊട്ടക്റ്റീവായിട്ട് ഇവർ കൊണ്ടുപോകുമ്പോഴും അവരുടെ താല്പര്യത്തിനൊത്ത് മക്കളെ വളർത്തുക എന്നുള്ളതിനപ്പുറത്ത് ഇവർ വളർന്ന വ്യക്തികളെന്നുള്ള സ്പേസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പം അവിടേക്കാണ് നമുക്ക് ഇങ്ങനെ നമ്മളെ ഒരു ആവിഷ്കാരം ആവിഷ്കാരം ഒരു വിശപ്പ് പറയാൻ പറ്റുന്നില്ല. എനിക്ക് വിശക്കുന്നു, ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഗതികേട് തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറിയും കുറഞ്ഞു എൻ്റെ വീട്ടിലൊക്കെ ആ പാറ്റേൺ തന്നെയായിരിക്കും. കാരണം എല്ലായിടത്തും ഓരോ ആളുകൾ അച്ഛനും അമ്മയും ആയിരിക്കുമ്പോൾ തന്നെ അവർ അമ്മായിപ്പനും അമ്മായിമ്മയും ആവുന്നുണ്ട്. അപ്പം നമ്മൾക്ക് നമ്മളെ വീട് നമുക്ക് മാത്രമാണ് സ്വർഗം. വരുന്ന മനുഷ്യർക്ക് അത് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. അങ്ങനെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ കെട്ടിച്ച് കൊടുത്തയക്കേണ്ട ആളുകളല്ലാത്തവരായിരിക്കുകയും ഇവർ മാത്രം ഇങ്ങനെ വരുന്നവരാകുമ്പോൾ അവർ കംഫർട്ട് എത്രത്തോളം ഉണ്ട്, ഞാൻ അനുഭവിക്കുന്നോളമെങ്കിലും അവർ ആ കംഫർട്ട് അനുഭവിക്കുന്നുണ്ടോയെന്ന് ഈ പുരുഷൻ, ഈ പാർട്ട്ണറായ മനുഷ്യൻ അത് ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് അവരുടെ ജീവിതം ഈസി ആവുള്ളൂ. മറിച്ച് ഇത് ലോകവും കാലമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ പറയാൻ പറ്റുക? കാലങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, അത് നിനക്ക് മാത്രം എന്താ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊന്നും പറയാനില്ല നമുക്ക്. അങ്ങനെ തന്നെയാണല്ലോ നമ്മളൊരു പരാതി ഉന്നയിക്കുമ്പോൾ കുറച്ച് ക്ഷമിച്ചും സഹിച്ചും ഒക്കെ. പക്ഷെ തിരിച്ചവരാലോചിക്കില്ല, ഞാനാണെങ്കിൽ ഈ പൊസിഷനിൽ ഞാനിത് അനുഭവിക്കുമോ എന്നവർ സ്വയം ചിന്തിക്കില്ല. അതായത് വേറൊരാളുടെ ഷൂവിൽ നിന്നും കൊണ്ട് ലോകത്തെ കാണാൻ ശ്രമിക്കില്ല. അവരനുഭവത്തിൽ എങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു പരിഗണനയില്ലായ്മയാണ്. എനിക്ക് തോന്നുന്നു ബേസിക്കലി മനുഷ്യർക്ക് സ്നേഹമൊന്നും അല്ല വേണ്ടത്, പരിഗണന എന്ന് പറഞ്ഞ ഒരു കരുതല്, അതൊക്കെ ഉണ്ടെങ്കിൽ സ്നേഹത്തിൽ എന്തെങ്കിലും കാര്യമുള്ളൂ. ഈ പരിഗണനയെ കുറിച്ച് പറഞ്ഞു വെച്ചപ്പോഴാണ് ഒരു ഗൾഫിലായിരിക്കുമ്പോൾ ഡെലിവറിക്ക് ആശുപത്രി പോകുന്ന ഒരു ഇൻസിഡന്റ് ബുക്കിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ പെയിൻ എടുത്ത്
കുട്ടീനെ പ്രസവിച്ച് കഴിയുമ്പോൾ സഹായത്തിന് ഒരാളില്ലാതാവുന്ന അവസ്ഥ, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ദാഹിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാതാവുന്നു. ഇപ്പൊ എൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, കോവിഡിന്റെ സമയത്ത് അവർ പ്രസവിക്കുന്ന സമയത്ത്, കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ബിസ്ക്കറ്റും ചായയും ഒക്കെ ആയിട്ട് പുറത്ത് ഇവരിങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവും, ഇതൊറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തു. ആ ട്രോമ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? എനിക്കത് എപ്പോഴും അങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ ഒരു, അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ കമ്പാഷൻ കൂടിയതിൻ്റെ പ്രശ്നം. എനിക്കെപ്പോഴും ആ മനുഷ്യനിൽ അങ്ങനെ ഒരു ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷെ ആ ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ അങ്ങനെ പെരുമാറില്ലല്ലോ. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന പാവം മനുഷ്യൻ, അതിന് ആ ഫാക്കൽറ്റി ഇല്ല. നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ പണി ആപ്പിൾ ഫോണിൻ്റെ പണി തിരിച്ചും എക്സ്പെക്റ്റ് ചെയ്യരുത്. കോൺഫിഗറേഷനൊക്കെ വേറെ വേറെയാണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ പെയിൻ ഉണ്ട്. അത് നമുക്ക് വരുന്ന വെച്ചാൽ അവകാശബോധമുണ്ട്, ഞാനിത് അനുഭവിക്കേണ്ടവളല്ല എന്നുള്ള എൻ്റെ ഒരു തിരിച്ചറിവുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ പെയിൻ. എത്രയോ സ്ത്രീകൾ പാലത്തിൻ്റെ അടിയിലും പുഴവക്കിലും പ്രസവിച്ച അപ്പനായിട്ട് പണിയെടുക്കുന്ന ഇന്ത്യയും കൂടിയാണ് കേട്ടോ. നമ്മൾ ആ പെണ്ണുങ്ങൾക്കും വേണ്ടി കരയുന്നവരാണ് എന്ന് കരുതിയിട്ട് അതെല്ലാവരും അങ്ങനെയല്ല പോകേണ്ടതെന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. ഏത് പണിയെടുക്കുന്നവരും വൃത്തിക്കും വെടുപ്പിനും ജീവിക്കാനും അവർ കംഫർട്ടബിളായിട്ട് പ്രസവിക്കാനും മക്കളെ വളർത്താനുള്ള സാഹചര്യം തന്നെയാണ് വേണ്ടത്. നമ്മളങ്ങനെ ഭയങ്കര അതിലധികമായ വേദനയെ കമ്പയർ ചെയ്തിട്ട് സഹിക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു സാമൂഹിക മൊറാലിറ്റി, ധാർമ്മികത അത്ര എത്തിയിട്ടുള്ളൂ. അത് മതങ്ങളും അത് തന്നെ പറയുന്നത്, സഹനം, ത്യാഗം. പക്ഷെ ഇത് പെണ്ണുങ്ങൾ എടുക്കണം മാത്രം, വേറെ ആർക്കും ഒന്നും പറ്റില്ല. പെണ്ണുങ്ങളിലാണ് അതിൻ്റെ അധിക ബാധ്യത എന്ന് മാത്രം. അപ്പം അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ചിലപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ ട്രോമാറ്റിക് ആയിരുന്നു. എനിക്ക് മദേഴ്സ് ബ്ലൂവിലൊക്കെ പോയി എനിക്ക് കുഞ്ഞിനൊന്നും തീരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഭയങ്കര ഫോഴ്സ്ഡ് ആണ്, കുട്ടിയെ നോക്കണം, അതിന് വേറെ ആരുമില്ല, ഞാനല്ലാതെ അതിന് ആരുമില്ല എന്നുള്ളത്. പക്ഷെ ഇതൊന്നും ഈ പാർട്ട്ണർ അറിയുന്ന പോലെ ഉണ്ടല്ലേ, ആള് വേറെ തരാമോ, എനിക്ക് കൊച്ചുണ്ടായി എന്നുള്ള സന്തോഷത്തിലേക്കാണ് ആ പാവം മനുഷ്യൻ. പക്ഷെ ഞാൻ ഇത്രയും വൂണ്ടഡായി, ഇത്രയും ഹേർട്ട് എനിക്കുണ്ട് എന്നുള്ളത് പുള്ളി അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഞാനെന്ന് വെച്ചാൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പിന്നെയും കുറേ സമയം എടുക്കുകയാണ്. പിന്നെ ആളെ ഈ സന്തോഷമൊക്കെ കാണുമ്പോൾ എനിക്കൊന്നും സന്തോഷമേ തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്നാലും എന്താ അന്ന് എങ്ങനെ പറ്റുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ആളിങ്ങനെ ഞാൻ അങ്ങനെ പെരുമാറിയാ. ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ കൂടെ ആരുള്ളത്, ഞാൻ പ്രസവിക്കാൻ, ഞാൻ പറഞ്ഞു ഒരു മൃഗത്തെ പോലെ നിങ്ങൾ ആ അവസ്ഥയിൽ കാണുകയാണെങ്കിൽ, ഇപ്പം സപ്പോസ് നിങ്ങളൊരു യാത്ര പോകുമ്പോൾ നിങ്ങളെ മുന്നിൽ ഒരു പട്ടിയോ പൂച്ചോ ആടോ അങ്ങനെ പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് ഇച്ചിരി വെള്ളം സംഘടിപ്പിച്ച് കൊടുക്കണം. അതെങ്കിലും ചെയ്യാനുള്ള ബാധ്യത നമുക്കില്ലേ? അല്ലെങ്കിൽ ഒരു റോട്ടിലാണെങ്കിൽ അതിനൊന്ന് മാറ്റി സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി, അതൊക്കെ ചെയ്യാനുള്ള കരുതലുള്ളവരല്ലേ നമ്മൾ. അത് ചെയ്യേണ്ട നിങ്ങളുടെ ഭാര്യയോടും കൊച്ചിനോടും അത് ചെയ്തില്ലല്ലോ. എനിക്ക് ആരുണ്ടായിരുന്നു? ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടോ? അല്ല എൻ്റെ കയ്യിൽ ദിർഹംസ് ഉണ്ടോ? ഞാൻ വെറുതെ ഇവിടെ നിന്ന് കൈവീശി പോയ ഒരാളാണ്, എൻ്റെ കയ്യിൽ ദിർഹം പോലും ഇല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടേ? അപ്പം നീ അതെങ്ങനെയും സംഘടിപ്പിക്കുന്ന പറയുമ്പോൾ ജോളിയുടെ കയ്യിൽ ഒരു 10 ദിർഹം ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് ആള്, ഞാൻ അത്ര ബോറന്നല്ലേ എന്നാണ്, സാമാന്യം നല്ല ബോറനായിപ്പോയി എന്ന് പറഞ്ഞു. അതിൽ കഴിയാണ്. പക്ഷെ നേരെ മറിച്ച് അത് കേൾക്കുമ്പോൾ ആൾക്കൊരു റിഗ്രറ്റ് വരുമോ, അയ്യോ സോറിട്ട് അത് ഭയങ്കര അക്രമമായിപ്പോയി, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. നമ്മളൊരു ഹഗ് ചെയ്യുക, ഒന്ന് കിസ് ചെയ്യുക, പോട്ടെ, ഒരു കൺസോൾ ചെയ്യുക എന്നുള്ള പ്രോസസ്സ് ഉണ്ടല്ലോ. നമ്മളെ പെയിനെ അങ്ങനെയല്ല നമ്മൾ റിലീവ് ചെയ്യാം. ആ പ്രോസസ്സ് ഇല്ല. അതുപോലെ തന്നെ കുട്ടിയുടെ പിറന്നാളിന് ബാക്കി എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങുന്ന ഒരു സമയത്ത് ബാക്കിയുള്ള ആൾക്കും ഏറ്റവും വലിയ കേക്ക്, ആ ഒരു മാസത്തെ സാലറിക്ക് അങ്ങനെ ഭയങ്കര ട്രീറ്റ് ഒക്കെയാ. പക്ഷെ ഇവള് നാട്ടിൽ നിന്ന് കൊട്ടി വെച്ചുകൊണ്ട് ഈ പഴയ ഉടുപ്പല്ലാതെ ഇവർക്ക് അങ്ങനെ ഒരു ഉടുപ്പില്ല. അവർക്ക് അങ്ങനെ ചിന്തിക്കുക. അതാണ് പറഞ്ഞത്, നമ്മളെ ആൾക്ക് സന്തോഷം തന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആള് പണം സ്പെൻഡ് ചെയ്യും. പക്ഷെ ആളുടെ സന്തോഷത്തിന്റെ പരിധിയിൽ വരുന്ന ആളല്ല ഞാനൊന്നും എന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകി. എൻ്റെ കുഴപ്പമാണത്. അത് തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെയിൻ വളരെ ഭയങ്കര പെയിൻ. അത് നമ്മളെ കുഴപ്പമാണോ? നമ്മൾ മുഴുവൻ നമ്മളെ സന്തോഷം ഇങ്ങനെയാണ് കണ്ടത്. ചേട്ടായി, മക്കള്, അവരുടെ സന്തോഷം, അവരുടെ നീഡ്. അപ്പം എനിക്കെന്ന് വെച്ചാൽ ഭക്ഷണം പോലും എനിക്കിഷ്ടമുള്ളത് വയ്ക്കില്ല. ഇപ്പോൾ ഒരു മീൻ വാങ്ങാൻ പോകണമെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കുക. എനിക്ക് ചിലപ്പോൾ അത് എനിക്ക് തിന്നാൻ ഒരു ഇഷ്ടം ഉണ്ടെങ്കിലും അവർക്ക് അത് ഇഷ്ടം എന്ന് കണ്ടാൽ അന്ന് അത് വായിച്ചു എന്ന് പറയും.
പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഇഷ്ടം എപ്പോഴെങ്കിലും 10 വട്ടം അവർക്ക് വേണ്ടുന്ന മീൻ വാങ്ങുമ്പോൾ ഒരു വട്ടം എനിക്ക് കൊതിയുള്ളൊരു മീൻ വാങ്ങുന്നത് ഞാൻ ചിന്തിക്കില്ല. അപ്പം അതെൻ്റെ കുഴപ്പമില്ലേ? അല്ല, ഇത്രയും പെയിൻ വെച്ചിട്ടുവേ ഈ യാത്ര പറഞ്ഞ് നിങ്ങൾ പിരിയുന്ന ഒരു സമയത്ത് കെട്ടിപ്പിടിച്ച് യാത്ര അയക്കുന്ന ഒരു ജോളി ചിറകത്തിന് പുസ്തകത്തിൽ കാണാൻ പറ്റും. ഇത്രയും സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ട് എങ്ങനെയാണ് അത്രയും മനോഹരമായിട്ടൊരു യാത്ര പറയാൻ വേണ്ടി സാധിച്ചത്? എനിക്കിന്നും ജീവിച്ചിരിക്കാൻ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാലുഷ്യം കയറി, ഭയങ്കര വൈരാഗ്യം കയറി, അയാളെ പ്രാവി എന്നെയും പ്രാവി ഞാൻ തൊലഞ്ഞു പോലെ. അതാണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ അത് അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് നിങ്ങൾ ആ പുസ്തകം വെച്ചിട്ട്. കാരണം ഞാൻ കാണുന്ന പുള്ളി അതല്ല. അയാളെ ഞാൻ മനസ്സിലാക്കുന്നത് അയാൾക്ക് ഇങ്ങനെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ചെവി കേൾക്കാത്ത ഒരാളോട് ഉള്ള പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് കണ്ണ് കാണാത്ത ഒരാളോട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റിയിൽ കിടക്കുന്ന ഒരാളോടൊക്കെ നമുക്ക് ഭയങ്കര സഹതാപമോ അല്ലെങ്കിൽ ഒരു എമ്പതി ഉണ്ട്. ചിലപ്പോൾ ചില ഫാക്കൽറ്റി ഇല്ലാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവരോട് എമ്പതി വേണ്ടേ? അതിനെല്ലാം നമ്മളിങ്ങനെ ക്രിമിനൽ പൊസിഷനിൽ നിർത്തി അയാൾ അങ്ങനെയാണല്ലോ, ചിലപ്പോൾ അയാൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അയാൾ ചിലപ്പോൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ അയാൾ എന്തുമാത്രം ബുദ്ധിമുട്ട്. ഞാൻ ഭയങ്കര വോക്കലാണ്, ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. പുള്ളി അത്ര വോക്കല്ല, പുള്ളിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ചിലപ്പോൾ അല്ലെങ്കിൽ ഇയാൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവുമ്പോൾ ഇയാൾക്ക് തിരിച്ചത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സഫോക്കേഷൻ ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഞാൻ അയാളെ എത്തിക്കണ്ടല്ലോ. അപ്പം അറ്റ്ലീസ്റ്റ് അയാൾ തീരുമാനം എടുത്തു പോയി. ഇമ്പൾസീവായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം പല കാര്യത്തിലും, ബന്ധങ്ങളിൽ മാത്രമല്ല ഈ ബിസിനസ്സിലൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഇയാളൊരു കുട്ടിയെ പോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കാണ് കുറേ കൂടി മെച്യൂരിറ്റി. അപ്പോൾ സത്യത്തിൽ അവിടെ എനിക്കൊരു അസർട്ടീവ് പവർ ഞാൻ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആവില്ലായിരുന്നു. പക്ഷെ എനിക്ക് അസർട്ടീവ് പവർ എടുക്കാനുള്ള കഴിവ് എനിക്കുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിലത് ഇങ്ങനെ പറയും, ഇതല്ല ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെ പറയുമെങ്കിൽ പോലും അസർട്ടീവായിട്ട് നമ്മളിങ്ങനെ ചെയ്യണേ അങ്ങനെ എനിക്കറിയില്ല. അത് മക്കളുടെ അടുത്ത് ആരുടെ അടുത്തും അറിയില്ല. ഭയങ്കര അങ്ങനെ ഡൊമിനേറ്റിംഗ് ആയിട്ടൊരു പവർ ചെലുത്താൻ എനിക്കറിയില്ല. അപ്പോൾ അതെൻ്റെ ഒരു പരാജയമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു വെച്ചാൽ ചെറിയ ചെറിയ മനുഷ്യാവസ്ഥകളുടെ കോംപ്ലിക്കേഷനാണ്, പൈലപ്പയുന്ന കോംപ്ലിക്കേഷനാണ്. അതിനകത്ത് ഇന്നാൾ നല്ലവർ, ഇന്നാൾ കുറ്റക്കാർ, ക്രിമിനൽ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ തമ്മിലുള്ള കോമ്പാറ്റബിലിറ്റിയേക്കാൾ കൂടുതൽ ഈ സമയത്ത് ആൾ 56-ാം വയസ്സിൽ കണ്ടെത്തിയ പാർട്ട്ണറായിരിക്കാം അയാൾക്ക് കോമ്പാറ്റബിളായിട്ട് തോന്നുന്നത് പല കാര്യങ്ങളിലും. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ? ഒരാളെങ്കിലും എൻ്റെ സ്വാർത്ഥതയാണല്ലോ എനിക്ക് ഈ ചേട്ടായി മക്കളും വേണമെന്നുള്ളത്, എൻ്റെ മാത്രം സ്വാർത്ഥതയല്ലേ അത്. അതിലയാൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ പിന്നെ നമ്മളങ്ങനെ അയാളെ തടയുന്ന പ്രാവി ശപിച്ച് വിടുന്നതിൽ എന്താർത്ഥമുള്ള? അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ പുള്ളിക്ക് ആവും. എന്നാലും അവൾ തന്നെ അങ്ങനെയാണ് വിട്ടത്. എനിക്ക് തിരിച്ചു പോരുമ്പോൾ ഈ വേദനയോടുകൂടെ ഓക്കെ ചേട്ടാ ഞാൻ സന്തോഷപൂർവ്വമാണ് വിട്ടത് അങ്ങനെയെങ്കിലും ഓർക്കുക. അതൊക്കെ എൻ്റെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഏരിയകളാണ്. ഞാൻ അങ്ങനെ മനുഷ്യരെ കാണുള്ളൂ, എനിക്ക് വൈരാഗ്യപൂർവ്വം മനുഷ്യരെ കാണണ്ട. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഇതിനിങ്ങനെ ആ വിട പറയലിനിങ്ങനെ പറഞ്ഞു വെക്കുന്നു. അത് ഇനിയും ഞാൻ അതിന് ശേഷമൊക്കെ കണ്ടു, ഞാൻ അവരെ കണ്ടു. രണ്ടുപേരും ഞങ്ങൾ ഹഗ് ചെയ്യുന്ന ഒരാൾ അതിൽ തന്നെ എഴുതിണ്ടല്ലോ വയ്യാന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി ഞാൻ കണ്ടു. ആ സ്ത്രീനെ ഭയങ്കര കൺസോൾ ചെയ്തു. ഇന്നും ഞാൻ അതിന് അങ്ങനെ തന്നെ അവരോട് പെരുമാറുള്ളൂ. സൗഹൃദത്തിനുള്ള വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ അതുകൊണ്ടാണ് ഈ വിവാഹ ബന്ധങ്ങളൊക്കെ കോർട്ടിൽ പോയി കിടക്കുന്നത്. 83% കല്യാണങ്ങൾ കോടതി നിരങ്ങുക ഈ ബ്രീത്തിങ് സ്പേസ് ഇല്ലായ്മയാണ്. അപ്പം ഈ നമ്മൾ വീട്ടുകാർ എല്ലാവരും കൂടി അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയതിൻ്റെ പുറത്തൊക്കെ ചക്കയും മാങ്ങയൊന്നുമല്ലല്ലോ തോരൻ നോക്കിയിട്ട് എടുക്കുക. ചക്കയും മാങ്ങയും തന്നെ അങ്ങനെ എടുക്കാൻ സമ്മതിക്കുമോ കടക്കാർ? മനുഷ്യരല്ലേ, ജീവിച്ച് അതിനകത്തൊരു റിതം കണ്ടെത്തിയാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവതാളാവണ്ട. അപ്പം അതിനെയൊക്കെ അങ്ങനെ മനസ്സിലാക്കാനുള്ള ശേഷി വരണമെങ്കിൽ നമ്മൾ ആണും പെണ്ണും ഒക്കെ വളരെ ഭംഗിയായിട്ട് മനോഹരമായി സൗഹൃദങ്ങളിലൂടെ, ഇതെന്ന് വെച്ചാൽ ഒന്ന് ഈ സെക്സ് സോഷ്യൽ ടാബുമാണ്, ഈ വെർജിനിറ്റി കീപ്പ് ചെയ്യുക. അപ്പം നമ്മളിങ്ങനെ ഞാൻ ഇന്നൊരു ഡിസ്കഷൻ ഉണ്ടായി എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട്. നമ്മൾ ഇങ്ങനെ എല്ലാവരും കിടന്ന് കൂവി ചേർത്തിട്ട് ഇതേ പോൺ കാണുന്ന അല്ലെങ്കിൽ ഇത് ആ പടം ഇപ്പോൾ വന്ന മറ്റേ മറ്റേ അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഒരിക്കലും 18 വയസ്സിൽ വോട്ടവകാശമുള്ള മനുഷ്യർ പരസ്പരം ഇടപഴകാനുള്ള സ്പേസ് ഇല്ലാത്തടത്ത്, അതേസമയം പോൺ ഇൻഡസ്ട്രി ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന ഒരു ലോകമാണത്. യുദ്ധം പോലെ തന്നെ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ലോകം ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യരിതൊന്നും കാണരുത്, നിങ്ങളെല്ലാം വൃത്തികെട്ടവന്മാരാന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അല്ലേ?
അപ്പം ഞാൻ അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്, നമ്മൾ അതിനെ സമീപിക്കേണ്ടത് അങ്ങനെയല്ല. അപ്പം ഈ ഒരു റിജിഡ് മൊറാലിറ്റി നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോയി കല്യാണം കഴിക്കാത്തത്. എന്താ നമ്മുടെ ഉള്ളിലുള്ള ഒരു നമ്മൾ പറയും ലൈംഗികത പാവല്ല, സെക്സ് നമ്മൾ എല്ലാത്തിനും നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കല്യാണം കഴിയാതെ സെക്സ് ചെയ്യാൻ പറ്റൂല. ഇവിടെ കല്യാണം കഴിക്കണമെങ്കിൽ നമുക്ക് സർട്ടൺ ക്രൈറ്റീരിയ ഉണ്ട്. ജാതി ഒന്നാവണം, വിദ്യാഭ്യാസത്തിൽ മുതിർന്ന എല്ലാം, ആൺവീട്ടുകാരെല്ലാം, സാമ്പത്തികം, എഡ്യൂക്കേഷൻ ഒക്കെ. ഇത് അച്ചീവ് ചെയ്യാനുള്ള ഒരു അവസ്ഥ 30 വയസ്സെത്തിയാലും ഒരു മനുഷ്യനുണ്ടാവുന്നില്ല. ഇനി അങ്ങനെ അച്ചീവ് ചെയ്ത് വന്നാൽ തന്നെ ഇവൻ്റെ ഈ കൾച്ചറൽ ഫ്രെയിം മാറ്റി വെച്ചിട്ട് അവൻ എല്ലായ്പ്പോഴും ഒരു പെണ്ണിൽ സ്വന്തം അമ്മേനെ നോക്കുക. പൂമുഖവാതിക്കൽ പൂന്തിങ്കളായിട്ട് നിൽക്കണ ഭാര്യനെ മതി ഇവർക്കൊക്കെ. കാരണം അത് മാറുന്നില്ല, ആ ഫ്രെയിമും മാറുന്നില്ല. അപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ ആ സമയം കൊണ്ട് അവരും ആർജിച്ചെടുത്ത അവരുടെ വ്യക്തിത്വം, അവരുടെ വിദ്യാഭ്യാസം, ജോലി, ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ശേഷിയൊക്കെ ആയിട്ട് അവർ വരുമ്പോൾ, പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി, ഒരു കുട്ടി, 2 കുട്ടിയുള്ളൂ. അപ്പോൾ വീട്ടിലും അത്രയും പ്രൊട്ടക്റ്റീവായിട്ടൊക്കെ അവർ ജീവിച്ചു വരുന്നത്. അപ്പോൾ അവർ വേറെ വീട്ടിൽ അടുക്കളയിലേക്കുള്ള വാഷിംഗ് മെഷീനും ചപ്പാത്തിയായിട്ട് എല്ലാവരും പോണത്. ഇത് എക്സ്പെക്റ്റ് ചെയ്യാണ് ആളുകൾ. അപ്പോൾ ഈ നമ്മൾ ഈ ലൈഫ് സ്കില്ല് എന്ന് പറയുന്നത് ആണും പെണ്ണും ചെയ്യേണ്ടത്. വീട് എന്ന് പറയുന്നത് സർവൈവൽ വേണ്ടുന്ന ഇടമായിട്ട് കാണണം. അതിൻ്റെ വൃത്തിയാണെങ്കിലും അതിൻ്റെ ഭക്ഷണമാണെങ്കിലും അതിൻ്റെ എല്ലാതും മനുഷ്യരുടെ അതിജീവനത്തിന് വേണ്ടുന്ന ഇടമായിട്ടാണ് കാണേണ്ടത്. അതിനെ ഡിസൈൻ ചെയ്യണം അങ്ങനെ. അപ്പോൾ അത് ആണിനും പെണ്ണിനും ഒരുപോലെ പഠിപ്പിക്കണം. അത് ചെയ്യൂല. മക്കൾക്കൊക്കെ ഇപ്പോഴും വന്ന് അടുക്കളയിൽ കിടക്കണ്ട, ആൺകുട്ടികൾക്ക് അവിടെ ഭക്ഷണം വെച്ചാൽ പ്ലേറ്റ് അവിടെ വയ്ക്കുക എന്ന് പറയും. ഓരോ അമ്മയൊന്ന് പ്ലേറ്റ് എടുത്ത് കഴുകി വയ്ക്കുന്നു പറയില്ല. അപ്പം ഇങ്ങനെ എൻഡോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രിവിലേജ് എൻജോയ് ചെയ്ത് വരുന്ന ഒരു ആൺകുട്ടിയും ഈ സിസ്റ്റത്തിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് ഭയങ്കര കരുത്തായിട്ട് വരുന്ന വേറൊരു പെൺകുട്ടിയും തമ്മിൽ പിന്നെയും ഈ പഴയ സാധനം കൊണ്ടുപോകണമെന്ന് നടക്കുമോ? അപ്പം ഇത് എനിക്ക് തോന്നുന്നു അതൊക്കെ ഭയങ്കര ക്രൈസിസാണ്. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണം. നമ്മൾ റീഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കുറേ കുട്ടികളൊന്നും ഇനി കല്യാണം കഴിക്കാൻ ഒരുക്കല്ല എന്ന് പറയുന്നത്. കാരണം ഇതാണ്, അവർ നോക്കുമ്പോൾ ചുറ്റിലും ഒരാൾ ഹാപ്പി അല്ല. അപ്പോൾ അതേസമയം അങ്ങനെ ഒറ്റയ്ക്ക് സ്റ്റാൻഡ് എടുത്ത പെണ്ണുങ്ങളൊക്കെ ഇവിടെ എന്താ വളരെ എളുപ്പത്തിൽ പറയും. ഇപ്പോൾ ഒരാണ് പല റിലേഷനിലൂടെ പോയി വന്നാൽ അവൻ മിടുക്കനാ. അവനാണെങ്കിലും ഒരു റിലേഷൻ പൊട്ടുന്നു, അടുത്ത വേണ്ടതാണ്. ഞാൻ പറഞ്ഞു അതിനെ കളിയാക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഒരിക്കലും അവരെ മോശം. നേരെ മറിച്ച് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ജീവിക്കുകയും അവൾ പല റിലേഷനിലൂടെ പോയവർ, അതായത് ഒരു റിലേഷൻ കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് കഴിഞ്ഞ് ആ ട്രോമ കഴിഞ്ഞ് അടുത്തത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവള് പിന്നെ ഒറ്റ വാക്കില്ല അവള് പോക്ക. പക്ഷെ ഈ ക്രെഡിറ്റ് എല്ലാം ആണോ ഉണ്ണിയാണെന്ന് പറയും അല്ലേ, ഭയങ്കര ആള് എടുക്കുന്ന പറയുന്നത്. ഈ എടുക്കാൻ നമുക്ക് വെച്ച് തരില്ല, പോക്ക് കേസാന്ന് പറയും. അപ്പം ഈ കൾച്ചറൽ സാധനം മാറണം. അപ്പം ഇതൊക്കെ മനുഷ്യർക്ക് വയലൻസ് ഇല്ലാത്ത വിധം ആയിത്തീരുന്ന ഒരു ലോകത്തെ മനുഷ്യർക്ക് സമാധാനം എന്നുള്ളത് കണ്ടെത്താനും മനുഷ്യർക്ക് ഇതിനുള്ള ആസക്തികൾ തീരുന്നു. ഈ ആസക്തി സെറ്റിലാവണം. അതിന് മനുഷ്യർക്ക് സമാധാനമുള്ളൊരു ഇടം വേണം, സന്തോഷമുള്ളൊരിടം വേണം. ഇത് വെറുതെ ആനന്ദമല്ല ഇതിനകത്തൊക്കെ, വെറും ഫ്രസ്ട്രേഷൻ തീർക്കലാണ്. നിങ്ങൾ ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ, നിങ്ങൾ ആനന്ദം അങ്ങനെ ഉണ്ടാവണം. അവിടെ നിങ്ങൾക്ക് വിട്ടുപോകുന്നൊന്നുമില്ല. പിന്നെയും കുറച്ച് ഈ പറഞ്ഞ മാതിരി കെമിക്കൽ റിയാക്ഷൻസിൻ്റെ പ്രശ്നം കൊണ്ട് ചില വ്യക്തിത്വങ്ങളുടെ ചില പ്രത്യേകതകൾ അനുസരിച്ച് ഏറും കുറഞ്ഞുണ്ടാവാം. അതിപ്പോൾ ലൈംഗിക ആഭിമുഖ്യത്തിലും അങ്ങനെയുള്ള മനുഷ്യരുണ്ടാവാം. അല്ലാതെ അതൊന്നും ഒരു മനുഷ്യരെ അങ്ങനെ ഒരു ക്രിമിനൽ കാറ്റഗറിയിലൊന്നും അതിൽ നിർത്തേണ്ട കാര്യമില്ല. തിരിച്ചിത് അനുവദിക്കാത്തോടത്തോളമാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് അങ്ങനെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാലേ, നിൽപ്പ് സമരം, ജലാറ്റിൻ സമരം, ഇങ്ങനെ നിരവധി സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വെക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു സമരവും വെറുതെ അല്ല, ഒരാളും സമരം ചെയ്യുന്നത് വെറുതെ അല്ല. പക്ഷെ ഈ സമരങ്ങളുടെ ഒക്കെ ഭാഗമായി നിൽക്കുമ്പോൾ പിന്നീട് ഉണ്ടാവുന്നത് പോലീസ് വലയത്തിലേക്കാവുന്നു, അല്ലെങ്കിൽ പോലീസ് നിരീക്ഷണത്തിലേക്കാവുന്നു എന്നാണ്. ഈ സിസ്റ്റത്തെയൊക്കെ എങ്ങനെയാണ് അപ്പം നോക്കിക്കാണുന്നത്? അതങ്ങനെയാണ്. കാരണം ഒരു സ്റ്റേറ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന് വളരെ അത്യാവശ്യം വേണ്ടത് സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരാകുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരെ കൈകാര്യം നിശബ്ദരാക്കുക എന്നുള്ളതാണ്. അപ്പം സ്റ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് നീതിയും ന്യായവും നടപ്പാക്കാനൊന്നുമല്ല. നീതി ന്യായം നടപ്പാക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ള വ്യാജേന ഇരിക്കുന്നവരാണ് അവർ. അതിനുവേണ്ടി അവരെല്ലാ മെഷീനറിനെ അവർ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് അത് സ്റ്റേറ്റിനെതിരാകുന്ന, സ്റ്റേറ്റ് കാണുന്ന പ്രശ്നങ്ങൾ നമ്മളൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം വരും, നമുക്കറിയാം.
ഇവിടെ നമ്മളിപ്പോൾ ധീര രക്തസാക്ഷികളെന്ന് വിളിച്ച അഭിമാനപൂർവ്വം നെഞ്ചത്തേറ്റി നടക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ സ്റ്റേറ്റിനും മൂലധന താല്പര്യങ്ങൾക്കൊക്കെ എതിരെ സമരം ചെയ്തവരാ. പിന്നീട് അവർ രക്തസാക്ഷികളാകുമ്പോൾ നമ്മൾ ഏറ്റെടുക്കും, നമ്മളതിനെ ക്യാപിറ്റലൈസ് ചെയ്യും. അങ്ങനെയുള്ള ചെഗുവേരയൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ എവിടെ നിന്ന് ചെഗുവേര ഉണ്ടാവണം? അപ്പോൾ അത്രയേ ഉള്ളൂ. അത് എല്ലാ കാലത്തും സ്റ്റേറ്റിൻ്റെ പരിപാടി ഇതൊക്കെ തന്നെ. അത് ഏതെങ്കിലും ഫോമിൽ അത് നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടുന്ന മെഷീനറി അവർ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ പേടിയില്ല അത്തരം കാര്യങ്ങളൊന്നും. അത്തരം കാര്യങ്ങളുടെ ഭാഗമായിട്ട് സിനിമ അവസരങ്ങൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? പൊതുവെ ഇവിടെ വന്നിട്ട് ഞാൻ ഈ പൊളിറ്റിക്കൽ ആക്ടിവിസത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് എനിക്കൊന്ന് ജോലി അന്വേഷിച്ചപ്പോൾ ഒന്നും ജോലി കിട്ടിയിരുന്നില്ല. ഞാനന്ന് ചാനലുകളിലൊക്കെ വെറുതെ ഒരു കോർഡിനേറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്യാനും. അപ്പം അന്ന് ഇത്തരം രാഷ്ട്രീയം പറയുകയും ഇത്തരം മേഖലകളിലൊക്കെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞത്, ഇല്ല നിൻ്റെ ഈ ഒരു ആക്ടിവിസ്റ്റ് ഇമേജ് ഒക്കെ പ്രശ്ന ജോലിയാണ്. അങ്ങനെ അവർ അതിനു വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പോലും, റെക്കമെൻഡ് അല്ല, ഒരു അപ്ലിക്കേഷൻ അവിടെ എത്തിക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയതൊക്കെ അങ്ങനെയാണ്, അതൊക്കെ സ്ട്രഗ്ലിങ് പോയിന്റ് ആണ് അതൊക്കെ. പിന്നെ നമ്മൾ ഏതെങ്കിലും വ്യവസ്ഥാപിത രാഷ്ട്രീയത്തിനോട് ഒത്തു നിൽക്കണം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് രാഷ്ട്രീയം പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കലൊന്നും അത്ര രസകരമായിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമില്ല. അതിൽ സ്ട്രഗിൾ ഉണ്ടാവും. ആ സ്ട്രഗിൾ രസകരമായാൽ നിങ്ങൾ ഓക്കെ ആവും. ആ സ്ട്രഗിൾ എടുക്കാൻ നമ്മൾ അതാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജീവിതമാണ് ഓക്കെ ആവുള്ളൂ. ഈ കമ്പ്യൂട്ടറിനെതിരെയൊക്കെ സമരം ചെയ്തു, അതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ ഒന്നും കോഴ്സുകളൊന്നും പഠിച്ചില്ല. അതൊന്നും എനിക്കത് ഭയങ്കര അല്ല, അതും കൂടി ഉണ്ടാവും. എനിക്ക് അതിൻ്റെ ഒരു ഞാൻ പണിയെടുക്കുന്നത് കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻറ്ററിലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സമരം ചെയ്താലും ഞാൻ പഠിക്കുന്നില്ല എന്നത്. ആദ്യമായിട്ട് കമ്പ്യൂട്ടർ സെൻറ്ററുകളൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ പോണ്ടിച്ചേരിയിൽ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഫ്രണ്ട് ഓഫീസ് ഇൻചാർജ് ആയിട്ട്. പക്ഷെ ഞാൻ മാത്രം ഇതൊന്നും പഠിച്ചില്ല. ഒരു MS ഓഫീസ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഗതിയെങ്കിലും ഒന്ന് പഠിച്ചെടുക്കണ്ടേ. എന്നിട്ട് ഞാൻ ഗൾഫിൽ ചെന്നിട്ടാണ് ആദ്യമായിട്ട് ഒരു ഇമെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് വീട്ടിൽ നമുക്കൊരു ഡെസ്ക്ടോപ്പ് ഒക്കെ വന്നപ്പോൾ അങ്ങനെയൊക്കെ നോക്കി FB ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവ് ആണോ? FB കുറേ കൂടി ആക്റ്റീവാണ്. ഇൻസ്റ്റ അങ്ങനെയൊന്നുമല്ല. ഈ ഇൻസ്റ്റ ഞാൻ ഇങ്ങനെ നമ്മളുടെ സിനിമ സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ മാത്രം, അതിലൊന്നും വലിയ കാര്യമായിട്ട് ഇൻട്രാക്ഷനൊന്നുമില്ല. ചില ഫോട്ടോസൊക്കെ ഇടും സിനിമ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഞങ്ങളെ ടൈറ്റിൽ പോസ്റ്റർ റിലീസ് അങ്ങനെ ഉണ്ടാവുമല്ലോ, ക്യാരക്ടർ പോസ്റ്റർ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടും. ഫേസ്ബുക്കിലെ ചർച്ചകളിലൊക്കെ സജീവമായിട്ടിരിക്കാറുണ്ടോ? ചർച്ചകൾ അങ്ങനെ ഞാൻ വഴക്കിടാനൊന്നും പോലും. ചിലയിടത്തൊക്കെ തമാശയും ചളിയൊക്കെ അടിക്കും. ചിലപ്പോൾ എനിക്ക് തോന്നും ഇപ്പം പൊതുവെ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. എന്നാലും എനിക്ക് കുറച്ച് വായിക്കും. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവരുടെ അൽഗോരിതം മാറ്റിയതിന് ശേഷം നമ്മൾ ടൈം ലൈനിൽ കുറേ സ്പോൺസേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഈ മാർക്കറ്റിങ്ങിൻ്റെ കാരണം പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നും അറിയാതെ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് അടിച്ചാൽ പിന്നെ അതന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കുറേ കണ്ട് കുറേ സ്പോൺസേർഡ് വന്നിട്ട് എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു പോസ്റ്റ്. അപ്പോൾ എനിക്കാണിപ്പോൾ അത് നമുക്ക് അത്ര ഒരു ഈ പൊളിറ്റിക്കൽ ഇൻട്രാക്ഷനൊക്കെ സാധ്യമാവുന്ന ഒരു ഇടമായിട്ട് അല്ല ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ വേണമെങ്കിൽ തപ്പിപ്പിടിച്ച് വായിക്കണം, നമ്മൾ വായിച്ചിരുന്നവരെയൊക്കെ. അങ്ങനെ മാറിയിട്ടുണ്ട്. സുക്കർബർഗൊക്കെ ആർക്കൊപ്പം നിൽക്കണമെന്ന് തീരുമാനം എടുത്തു. കൃത്യമായ നിലപാടുകൾ അവരൊക്കെ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. മസ്ക് ആണെങ്കിലും ഇയാളൊക്കെ ആണെങ്കിലും. അപ്പം അങ്ങനെ പോകും ഇതൊക്കെ. ഇനി എന്താണ് പുതിയ പ്ലാനുകൾ, പദ്ധതികൾ? സിനിമയാണോ എഴുത്താണോ? അങ്ങനെ നിശ്ചിതമായിട്ട് ഇങ്ങനെ പദ്ധതിയുള്ള ഒരാളെ അല്ല ഇപ്പോൾ. അതേസമയം എനിക്ക് പുസ്തകം വന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് വേദികൾ സംസാരിക്കാനുള്ള, മേ ബി ഇൻ്റർവ്യൂകളുടെ ഒരു പ്രത്യേകത ഉണ്ടാവാം. പുസ്തകം വായിച്ച് ആളുകളുടെ സന്തോഷമുണ്ട്. ഇപ്പോൾ സ്കൂളുകൾ, കോളേജുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫെസ്റ്റിവലുകൾ, അതിലേക്കൊക്കെ ഒരു പ്രഭാഷകയായിട്ട് പ്രസംഗ തൊഴിലാളി ആയിക്കൊണ്ടിരിക്കണമെന്നർത്ഥം. അതാണ് ഇപ്പം മെയിൻലി നടക്കുന്ന ഒരു കാര്യം. പിന്നെ എൻ്റെ ഒരു ചെറിയ സ്ക്രിപ്റ്റൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ ഗൾഫിലുള്ളപ്പോൾ തന്നെയും ഞാനൊരു 10 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പരിപാടി എഴുത്ത് കഴിയാൻ ദ സെൻസ് ഇനി എല്ലാം ഒരു ക്രൂ ഒക്കെ ആയി, മൊത്തം പ്രൊഡ്യൂസറായി. അത് എന്തായാലും നടക്കും എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ഇരിക്കുന്നത്. അതൊരു 10 മിനിറ്റിൻ്റെ ഒരു സിനിമയാണ്. അപ്പോൾ ഇപ്പോൾ അത് മാത്രമാണ് ഞാനങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ആകുലത, ആകാംക്ഷയൊക്കെ വരും. എനിക്ക് ആങ്സൈറ്റി ഒക്കെ വരും, വർക്കില്ലല്ലോ എന്നുള്ളത്. കാരണം എനിക്ക് കുറേ കാലം വർക്കില്ലാതിരിക്കാൻ പറ്റില്ല. എന്തിലെങ്കിലും എൻഗേജ്ഡ് ആവണം. അല്ലെങ്കിൽ ഭയങ്കര മടിയൻ്റെ മനസ്സെന്താ ചെകുത്താൻ്റെ പണിപ്പുരാന്ന് പറഞ്ഞ മാതിരി അങ്ങനത്തെ കുഴപ്പങ്ങളുള്ള ഒരാളായതുകൊണ്ട്
ഞാൻ അതിൻ്റെ ഒരു ചിലപ്പൊക്കെ വരും. പക്ഷെ ഇപ്പം നിലവിൽ വർക്കൊന്നുമില്ല. ഒരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു, അത് പൈലറ്റ് എപ്പിസോഡ്സ് ആയിട്ടില്ല. അതിപ്പോൾ ഏതിൽ വരുമെന്നൊന്നും എനിക്കറിയില്ല. അവർ ചാനലുകളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത്രയേ ഉള്ളൂ. സിനിമ 2-3 ഇറങ്ങാനുണ്ട്. ഒരു സീരീസ് ഇറങ്ങാനുണ്ട്, സോണി ലൈവിൽ വരുന്ന ഒരു സീരീസ്. അപ്പോൾ അതൊക്കെയാണ് ഇനി റിലീസിനുള്ളത്. ഇങ്ങനെ പുസ്തകം എഴുതണമെന്ന് പറഞ്ഞിട്ട് 2 പേര് പ്രസാധകരെ അപ്രോച്ച് ചെയ്തിരുന്നു. ചിലപ്പോൾ എഴുതിയേക്കാം, നിർബന്ധങ്ങളില്ല. ഈ നിന്ന് കത്തുന്ന കടലുകൾ എന്ന പേര് സെലക്ട് ചെയ്യാൻ എന്താ കാര്യം? അതെനിക്കറിയാം. എനിക്ക് അമ്മയുമായി ബന്ധപ്പെട്ടാണോ? അമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, എന്തോ അറിയില്ല. പിന്നെ കടലിൻ്റെ അടുത്താണല്ലോ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ്. ഇപ്പോൾ പോണ്ടിച്ചേരിയിലാണെങ്കിലും കടലിൻ്റെ തൊട്ടടുത്ത ഓഫീസും ഞങ്ങൾ സ്റ്റേ ചെയ്യും. ചെന്നൈയിലാണെങ്കിലും നമ്മളിടയ്ക്ക് കടൽ കാണാൻ പോകും. പിന്നെ ഗൾഫ് പിന്നെ അധിക സമയവും കടലിൻ്റെ ഭാഗങ്ങളിലാണ്. അപ്പോൾ ഈ അമ്മയായിട്ട് പോയിട്ടാണ് ആദ്യമായിട്ട് ഈ കടൽ കാണുന്നത്. അപ്പം അമ്മയാണെങ്കിൽ ഞാൻ ഈ പകൽ നേരങ്ങളിൽ കളിക്കാനൊന്നും വിടില്ല. ഒന്ന് വെയിൽ കൊണ്ടാലും മഞ്ഞ് കൊണ്ടാലും മഴ കൊണ്ടാലും ഒക്കെ ENT ഇഷ്യൂ ഉള്ളതുകൊണ്ട് ടോൺസിൽസ്, ചെവി പഴുക്കൽ. അപ്പം അമ്മ ആവുന്നത് അമ്മയുടെ അടുത്ത് ഇങ്ങനെ കഥ പറഞ്ഞ് എന്നെ അങ്ങനെ കെടുത്തു. ഇളയ കുട്ടിയും കൂടിയാണല്ലോ. ആ മോള് കളിക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കടലിനെ കുറിച്ച് പറയും. അത് എങ്ങനെ ഇമാജിൻ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. നമുക്ക് മാക്സിമം ഒരു പുഴയൊക്കെ അല്ലേ, പുഴയിൽ തീരയില്ലല്ലോ. പിന്നെ തീരെ കാണുന്നത് ഈ ആണിച്ചാലൊക്കെ പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ മറിഞ്ഞു വീണത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു കടൽ. അപ്പോൾ ഇത്രയും വലിയ ഒരു ഭൂപ്രദേശം കടലായിട്ട് ഇങ്ങനെ കാണുന്നു. പിന്നെ ഈ ചെവിയൊക്കെ അതുകൊണ്ട് ഇരമ്പൽ എന്നൊക്കെ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. അവിടെ എത്തുമ്പോഴാണ് ഈ തിരയുടെ ഒച്ച. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് കടൽ കാണുമ്പോൾ അമ്മയുടെ ഓർമ്മ വരും. കടൽ കണ്ടിരിക്കുക അമ്മയ്ക്ക് എനിക്ക് ഒരുപോലെ ഇഷ്ടമുള്ളത്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കടൽ കണ്ട്, കടലും സന്ധ്യ. അപ്പോൾ എപ്പോഴും നാട്ടിൽ വരുമ്പോൾ പറയും, മോളെ അമ്മയ്ക്ക് ഉണ്ടല്ലോ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വയ്യ, ആൾ രോഗിയാണ്, എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആൾക്ക് അങ്ങനെ ഒരുപാട് നേരം യാത്ര ചെയ്യാൻ ഇരിക്കാനൊന്നും പറ്റില്ല. എന്നാലും ഭയങ്കരമായിട്ട് ജീവിതാസക്തിയുള്ള ഒരു സ്ത്രീയാണ് അവർ. പറയാം, മോളെ ഇപ്രാവശ്യം മോള് പോണേലും അമ്മയ്ക്ക് 5 സിനിമ, കടൽ കാണണം, ഒരു മസാല ദോശ തിന്നണം, ഐസ്ക്രീം കഴിക്കണം. അപ്പോൾ ആൾ വളരെ ചെറിയ വയസ്സിൽ ഇൻസുലിൻ എടുക്കുന്നത്. അപ്പോൾ ഐസ്ക്രീമൊന്നും അങ്ങനെ തീരെ, പിന്നെ അന്ന് അങ്ങനത്തെ ഒരു ആർക്കും, എനിക്കിപ്പോഴും ഇല്ല. ഇപ്പോഴൊക്കെ അല്ലേ ഐസ്ക്രീമൊക്കെ എടുത്ത് വെച്ച് ഭക്ഷണത്തിന് ശേഷമൊക്കെ അങ്ങനെ സ്വീറ്റ് കഴിക്കുന്ന പരിപാടിയൊക്കെ ഈ അടുത്ത കാലത്തല്ലേ. അപ്പം അമ്മയോട് അതായിരിക്കാം മേ ബി. അപ്പം ഞാൻ ശ്രമിക്കാറുണ്ട് അമ്മേനെ ഒരു വട്ടെങ്കിലും കടൽ കാണിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് അമ്മയാണ് എൻ്റെ. കടൽ കണ്ടപ്പോൾ അമ്മയെ ഓർമ്മ വരും. എല്ലാം ഒരു കടൽ പോലെയല്ലേ മനുഷ്യൻ്റെ മനസ്സും. ചുഴിയും തിരയും നിശ്ചലതയും. നിശ്ചലത എന്ന് പറഞ്ഞത് ഇല്ല കടലിന്, തോന്നലേ ഉള്ളൂ. അത് സ്റ്റാറ്റിക് ആണെന്ന്. അത് എപ്പോഴും ഇങ്ങനെ ഒരു മാതിരി ഓളത്തിലാണ് അത് കടൽ. അപ്പം മനുഷ്യൻ്റെ മനസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അതങ്ങനെ. പക്ഷെ അത് പറഞ്ഞപ്പോൾ കൂട്ടുകാർക്ക് അത് കൂടുതൽ ഇഷ്ടമായി. അവർ പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞു. ഇനി പുതിയ സിനിമയ്ക്കായിട്ടും പുതിയ എഴുത്തുകൾക്കൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇത്രയും സമയം നമുക്കൊപ്പം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി. സന്തോഷം. എന്തായാലും നിങ്ങളെയൊക്കെ ആഗ്രഹം പോലെ, ചിലപ്പോൾ നിങ്ങളെയൊക്കെ ചില ആഗ്രഹങ്ങളായിരിക്കും ഇപ്പം എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. തന്നെ പൊതുവേ എനിക്ക് അങ്ങനെ ഒരു അർജി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. മേ ബി നിങ്ങളെപ്പോലെയുള്ള സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് ചേച്ചി അങ്ങനെ എഴുതും എന്നൊക്കെ പറയുമ്പോൾ മേ ബി എനിക്ക് തോന്നുന്നത് കൊള്ളാമല്ലോ, കുട്ടികളൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ചെയ്തേക്കാമെന്ന് അങ്ങനെ തോന്നും. അതല്ലാതെ എനിക്ക് അങ്ങനെ ഒന്നും ഒരു അർജിയിലായിക്കാണ്. മേ ബി അതൊരു പാസിങ് ഫേസ് ആയിരിക്കാം. പക്ഷെ ചെയ്യാം എന്തായാലും. നല്ല ഭംഗിയുള്ള എഴുത്താണ്. നമ്മൾ എഴുത്തിന് വേണ്ടി എന്താണെങ്കിലും കാത്തിരിക്കുന്നുണ്ട്. എഴുത്തിന് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മേ ബി ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു 10 മിനിറ്റിൻ്റെ ഒരു സിനിമ അത് ഫുള്ളായി. അത് മുഴുവനും നമ്മൾ സ്റ്റോറി ലൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും ഉറപ്പായിട്ട് ഒരു സിനിമ തന്നെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഷോർട്ട് ഫിലിം സിനിമ എന്ന് പറയുമ്പോൾ. പിന്നെ ഒരു പുസ്തകം, അത് ഞാനിപ്പോൾ അതിൻ്റെ കോണ്ടന്റ് റിവീൽ ചെയ്യില്ല. പക്ഷെ അത് എഴുതി കഴിഞ്ഞ ഉടനെ ഇവിടെ നിന്ന് വിടേണ്ടി വരും. അപ്പോൾ കാത്തിരിക്കാം. ആ പുസ്തകം എഴുതണമെന്നാണ്. പക്ഷെ ഞങ്ങൾ 2 കൂട്ടുകാരികൾ കൂടി ഇരുന്നിട്ട് എഴുതണമെന്ന് വിചാരിച്ച ഒരു പുസ്തകമാണ്. അവള് നീ പറഞ്ഞ മാതിരി ഫ്രീ ആയിട്ടില്ല. അത് ഒരു ഞങ്ങൾ തന്നെ പൊളിച്ചെഴുതുന്ന ഒരു സാധനമായിരിക്കും. അതെ, നമ്മൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മളെ കുറിച്ച് പറഞ്ഞാൽ മതി. എന്തിനാ വെറുതെ ആളുകളിലേക്ക് തിരിയുന്നത്? നമ്മൾ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ ആർക്കും ആക്ഷേപമില്ലല്ലോ. അവരാരും ചെയ്തല്ലേ പറഞ്ഞത്. ഞാനിത്രയേ ഉള്ളൂ. നിങ്ങളാരും എന്നെ മാതൃകയാക്കേണ്ടതെന്ന്. ഞാൻ നല്ല മാതൃകയല്ല. അപ്പം നിങ്ങൾക്ക് വേറെ മാതൃകകളുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഒരാളാവണ്ട എന്ന് തീരുമാനിക്കാമല്ലോ നിങ്ങൾക്ക്. ഇനിയിപ്പോൾ മാതൃക വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളാവണ്ടെന്ന് തീരുമാനിക്കാനുള്ള മാതൃകയായല്ലോ. അങ്ങനെ എടുത്താൽ മതി എന്ന് പറയുള്ളൂ ഞാൻ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എഴുതിയേക്കാം. ആ പുസ്തകം മിക്കവാറും ഉടനെ ഇല്ലെങ്കിലും പ്രഷറുണ്ട് എഴുതണം എന്നുള്ള.
അപ്പം എന്തായാലും എനിക്കും അത് ഭയങ്കര സന്തോഷം. നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. വളരെ സുന്ദരമായ 2 മുഖങ്ങൾ മുന്നിൽ. അപ്പം എന്തായാലും ഇനിയും കാണാൻ പറ്റട്ടെ കേട്ടോ. താങ്ക് യു താങ്ക് യു സോ മച്ച്.